പഠാൻകോട്ടിൽ നിന്ന് ജനം TV തത്സമയം ചേരുന്നുണ്ട്. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് പഠാൻകോട്ടിൽ എത്തിയിരിക്കുന്നത്. സമഗ്ര കവറേജാണ് അവിടെ നിന്ന് നൽകുന്നത്. ഇപ്പോൾ പ്രദീപ് പിള്ളയിലേക്ക് തന്നെ പോകുകയാണ്. പ്രദീപ് പിള്ള, ഈ പഠാൻകോട്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്ത്രപരമായ ഒരു മേഖലയാണ്. അവിടേക്കാണ് കഴിഞ്ഞ 2 ദിവസമായി വളരെ കൃത്യമായ ഈ പഠാൻകോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായ വളരെ കൃത്യതയാർന്ന ആക്രമണം നടത്താൻ പാകിസ്ഥാൻ മുതിർന്നിരിക്കുന്നത്. അവിടെയെല്ലാം നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ആ നീക്കങ്ങളെയെല്ലാം ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. പഠാൻകോട്ടിൽ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം? പഠാൻകോട്ടിലെ സൈനിക താവളത്തിന് സമീപമാണ്. ഈ സമയത്താണ്, വാഹനത്തിൽ വരുന്ന സമയത്താണ് നിരവധി തവണ അപായ സൈറൺ മുഴങ്ങുകയും വാഹനം നിർത്തി നോക്കുമ്പോൾ നിരവധി ആളുകൾ ഡ്രോൺ, ഒരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആകാശത്ത് പോകുന്നതും അതിനെ വെടിവെച്ചിടാനുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മോടൊപ്പം ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള കൂടി ചേരുന്നുണ്ട്. സർ, പഠാൻകോട്ടിലെ സൈനിക താവളത്തിന് മുകളിലാണ് പകൽ സമയത്ത്, കഴിഞ്ഞ 2 ദിവസം രാത്രിയാണെങ്കിൽ പകൽ സമയത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. കൃത്യമായിട്ടും, അതായത് പഠാൻകോട്ട് സൈനിക താവളം ഉൾപ്പെടെ 26ഓളം പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ രാത്രികളിൽ ഡ്രോൺ കൊണ്ടുള്ള ആക്രമണ ശ്രമം അല്ലെങ്കിൽ അഭ്യാസം പാകിസ്ഥാൻ കാണിച്ചിരുന്നെങ്കിൽ ഇന്നിതാ പട്ടാപ്പകൽ അവർ ആ മിസ് അഡ്വഞ്ചറിന് തുനിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഠാൻകോട്ട് ക്രോസ് ചെയ്ത് ജമ്മു ഹൈവേയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വശങ്ങളിലെ ആൾക്കാർ വാഹനം നിർത്തി മുകളിലേക്ക് നോക്കുന്നതും വെടിയൊച്ചയും കേട്ടാണ് ഈ വാഹനം നിർത്തുന്നത്. നിർത്തി നോക്കുമ്പോൾ തന്നെ സൈനിക താവളത്തിൽ നിന്ന് സൈറൻ മുഴങ്ങുന്ന ഉച്ച കണ്ടു. മുകളിലേക്ക് നോക്കി ഞങ്ങൾ വളരെ വ്യക്തമായി കണ്ടതൊരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ആണ്. വിമാനത്തിൻ്റെ രൂപത്തിലുള്ള ഫ്ലൈയിങ് ഒബ്ജക്റ്റ് ഈ ഹൈവേക്ക് നേരെ മുകളിലായി വട്ടമിട്ട് പറക്കുകയും അവിടെ നിരവധി തവണ സൈനിക താവളത്തിൽ നിന്ന് അതിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമം ഉണ്ടാവുകയും ചെയ്തു. അത് തുടർന്ന് വെടിവെച്ചുകൾ മുഴങ്ങുന്നതിനിടയിൽ മെല്ലെ ഈ ഡ്രോൺ ഒഴുകി നമ്മൾ ഈ കാണുന്ന മതിലിന് അപ്പുറമുള്ള സൈനിക ക്യാമ്പിന് മുകളിലേക്ക് വളരെ കൃത്യമായി എത്തുകയും അവിടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിനെ ഒടുവിൽ വെടിവെച്ച് വീഴ്ത്തിയത്. ഇപ്പോഴും സൈറൻ മുഴങ്ങുന്നുണ്ട്. ഒരു ഡിഫൻസ് എന്നുള്ള നിലയിൽ വെടിവെച്ച മുഴങ്ങുന്നുണ്ട്. നമ്മൾ അപ്പോൾ എടുത്തു പറയേണ്ട കാഴ്ച എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഡ്രോൺ അടക്കമുള്ള അഭ്യാസങ്ങൾ പാകിസ്ഥാൻ കാണിച്ചതെങ്കിൽ പട്ടാപ്പകൽ ഏതാണ്ട് 10 മണി കഴിഞ്ഞ് 10-12 കൂടിയാണ് നമ്മൾ ഈ കാഴ്ച കണ്ട് തുടങ്ങുന്നത്. പകൽ വെളിച്ചത്തിൽ ഡ്രോൺ പറത്തി വിടാനുള്ള ഒരു ശ്രമം, പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ശ്രമങ്ങളെല്ലാം എന്ന പോലെ തന്നെ ഇതും വളരെ നിഷ്പ്രയാസമായി ഭാരത സേന നിഷ്ഫലമാക്കിയിരിക്കുകയാണ്, നിഷ്പ്രഭമായി. അതായത് ഇപ്പോൾ നിരവധി തവണയാണ് ഇപ്പോൾ സൈറൻ മുഴങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വലതുവശത്തെ ദൃശ്യങ്ങൾ, അത് ഒരു തവണ നമുക്ക് കാണിക്കാൻ സാധിക്കും. വളരെ കൃത്യമായി അത് സൈനിക താവളമാണ്. അതുകൊണ്ട് കൂടുതൽ സമയം നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നതിനും നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ പഠാൻകോട്ടിലെ സൈനിക താവളത്തിന് മുകളിലാണ് ഇപ്പോൾ ഡ്രോൺ വന്നിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ ക്യാമറ പേഴ്സൺ ഉണ്ണി കെ വാര്യർ പകർത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലൈവായി തന്നെ കാണിക്കാൻ സാധിക്കുന്നതാണ്. അല്പസമയത്തിനകം തന്നെ അത് സാങ്കേതികമായി ഇൻജസ്റ്റ് ചെയ്തുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. പകൽ സമയത്താണ് ഇത്തരത്തിൽ പഠാൻകോട്ടിൽ വ്യോമാക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഈ മേഖലകൾ, ജമ്മു, പഠാൻകോട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ പാകിസ്ഥാനുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതാണ് സൈന്യം പരിശോധിക്കുന്നത്. അതീവ ജാഗ്രതയിലാണ്. പഠാൻകോട്ടിന് മുകളിലാണ് ഇപ്പോൾ പകൽ സമയത്ത് ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നീലിമ, അതായത് ഈ രാത്രിയുടെ മറവിൽ അരങ്ങേറിയിരുന്ന ഈ ആക്രമണം വളരെ കൃത്യമായി പകൽ വെളിച്ചത്തിലും നടത്താൻ ഇവർ ഒരുങ്ങുന്നു. നേരത്തെ നോക്കൂ, ഈ ഡ്രോൺ ആക്രമണം മാത്രമല്ല, മിസൈൽ ആക്രമണത്തിന് കൂടി മുതിർന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് വെളുപ്പിനും അതുപോലെ രാത്രിയിലുമെല്ലാം കണ്ടത്. ഇപ്പോൾ ഈ പഠാൻകോട്ട് ഇവർ ഈ പകൽ വെളിച്ചത്തിൽ പഠാൻകോട്ട് ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഇവർ എന്തായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്?
നിലവ കൃത്യമായി പറഞ്ഞാൽ പ്രഖ്യാപനമില്ലാത്തൊരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാനും ഭാരതവും തമ്മിൽ ഒരു അപ്രഖ്യാപിത യുദ്ധത്തിലേക്ക്, നേരത്തെ കരവഴിയുള്ള യുദ്ധങ്ങൾ കൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനമില്ലാത്തൊരു അപ്രഖ്യാപിത യുദ്ധത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും കടക്കുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ നിരവധി തവണ ജനവാസ കേന്ദ്രങ്ങളെയാണ് പ്രദീപ് പിള്ള ലക്ഷ്യം വെക്കുന്നത്. ഭാരതം ഇപ്പോഴും മര്യാദ കാണിക്കുന്നുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ നടന്നത് എന്താണ്? ശിഖണ്ഡികളെ ഉപയോഗിച്ച് നുഴഞ്ഞു കയറി വന്ന നിരപരാധികളായ വിനോദസഞ്ചാരികളെ, ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് വെടിവെച്ചിടുന്നു. അതിന് ഭാരതം സർവ്വ തയ്യാറെടുപ്പും നടത്തിയിട്ട് ഇനി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ്, അപ്രോപ്രിയേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ, ആനുപാതികമായി ആവശ്യത്തിന് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് ഭാരതം തിരിച്ചടിച്ചത്. എവിടേക്കാണ് തിരിച്ചടിച്ചത്? 21 തീവ്രവാദ ക്യാമ്പുകൾ, 21 ഭീകരവാദ താവളങ്ങൾ, ഭീകരരെ വളർത്തിയെടുക്കുന്ന നഴ്സറികൾ എണ്ണമിട്ട് ഭാരതം പലപ്പോഴും പറഞ്ഞിട്ടും അങ്ങനെയൊന്നും ഇല്ല എന്ന് നിഷേധിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് എന്താണ് ചെയ്തത്? ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞ ലഷ്കർ-ഇ തൈബയുടെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും അടക്കം 9 താവളങ്ങൾ തകർത്തു. 100ഓളം ഭീകരന്മാരെ കൊന്നൊടുക്കി. അസർ മസൂദ് അടക്കം ഉള്ളവർ പറയുന്നു അവരുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്ന് സമ്മതിക്കുന്നു. തീവ്രവാദ ക്യാമ്പുകളെയാണ്. ഈ തീവ്രവാദ ക്യാമ്പുകളുടെ വളരെ അടുത്ത് തന്നെ സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതം തൊട്ടില്ല. ഓർക്കണം, നമ്മൾ അയച്ച ക്രൂസ് മിസൈലുകൾ അണുവിട തെറ്റാതെ, ഇഞ്ച് തെറ്റാതെയാണ് പോയി ഈ ഭീകര താവളങ്ങൾ വീഴുകയും അതിനെ ചുട്ടരിച്ച് ചാരമാക്കുകയും ചെയ്തത്. അവിടുത്തെ സിവിലിയൻ കേന്ദ്രങ്ങൾ, ജനവാസ മേഖലകൾ, സൈനിക കേന്ദ്രങ്ങൾ വേണമെങ്കിൽ നിഷ്പ്രയാസം അന്ന് രാത്രിക്ക് രാത്രി തന്നെ തകർക്കാനും മുന്നം വയ്ക്കാനുമുള്ള തയ്യാറെടുപ്പും സജ്ജീകരണവും ശക്തിയും കരുത്തും ഭാരതത്തിനുണ്ടായിരുന്നു. പകരം പാകിസ്ഥാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാണം കെട്ടു. ഒരൊറ്റ ലോകരാഷ്ട്രം പോലും അവരെ പിന്തുണച്ചില്ല. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ ചെന്നപ്പോൾ അവർ ഒറ്റപ്പെട്ടു. അവരത് രാജ്യാന്തര വേദിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവിടെ എന്താണ് ചെയ്തത്? അവരെ ചോദ്യമുനയിൽ നിർത്തി. നിങ്ങൾ അവിടെ നടത്തിയിരുന്നത് തീവ്രവാദ ക്യാമ്പ് അല്ലെങ്കിൽ മറ്റെന്താണ്? എങ്ങനെയാണ് ഭീകരർ കയറി വിനോദസഞ്ചാരികളെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പാകിസ്ഥാൻ പതറി. വല്യേട്ടൻ ചൈന സഹായത്തിനെത്തുമെന്ന് കരുതിയിരുന്നു. ചൈന പറഞ്ഞു ഞങ്ങൾ ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും അനുകൂലിക്കില്ല എന്നുള്ള. അങ്ങനെ ഒറ്റപ്പെട്ട് നാണം കെട്ടുന്ന പാകിസ്ഥാൻ വീണ്ടും ഭീരുക്കളെ പോലെ ജനവാസ മേഖലകൾ, സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള കേന്ദ്രങ്ങളെ രാത്രിയുടെ മറവിൽ ആക്രമിച്ചുവെങ്കിൽ ഇന്നിതാ പട്ടാപ്പകൽ സൈനിക കേന്ദ്രത്തിന് മുന്നിൽ ഈ ഡ്രോൺ പറത്തി പരീക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഭാരതത്തിന്റെ സൈനിക ശേഷിയാണ് ഇത്തരത്തിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും അടിയിരന്നു വാങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പട്ടാൻകോട്ടിന് മുകളിലാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാന്റെ ശ്രമം നടന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ദൃശ്യങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തും. ഒപ്പം നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പൂഞ്ച്, ഉറി, കുപ്വാര, ബാരാമുള്ള സെക്ടറുകളിൽ വലിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഷെല്ലാക്രമണം നടത്തുന്നുണ്ട്. അതിശക്തമായ തിരിച്ചടി ഭാരതത്തിന്റെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. നീലിമ, ജിഷ്ണു, നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് പാകിസ്ഥാന്റെ റിട്ടയേർഡ് എയർ മാർഷൽ മസൂദ് അക്തർ സർക്കാരിനെ ഉപദേശിച്ച വിവരങ്ങളടക്കം പുറത്തു വരികയാണ് ഈ ഘട്ടത്തിൽ. അതായത് നമ്മുടെയും അവരുടെയും സൈനിക ബലം പരിശോധിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് അവരുടെ റിട്ടയേർഡ് എയർ മാർഷൽ മസൂദ് അക്തർ തന്നെ പറയുകയാണ്. ഭാരതത്തിന് 16 ലക്ഷത്തോളം സൈനികരുണ്ടെങ്കിൽ 6 ലക്ഷം സൈനികർ മാത്രമാണ് പാകിസ്ഥാനുള്ളത്. ആയുധശേഷി എടുത്തു നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ തൊട്ടടുത്ത് പോലും എത്താൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ നമ്മൾ അടിയിരന്ന് വാങ്ങരുത് എന്ന് റിട്ടയേർഡ് എയർ മാർഷൽ പാക് സർക്കാരിന് ഉപദേശം നൽകിയതായുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് അവർ അടിയിരന്ന് വാങ്ങുന്ന മണിക്കൂറുകളാണ് ഇനിയും വരാൻ പോകുന്നത് എന്നതല്ലേ അർത്ഥമാക്കേണ്ടത്? നിലിമ, തീർച്ചയായും അത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ കടക്കുകയാണെങ്കിൽ നിലവിൽ പിടിച്ചു നിൽക്കാനുള്ള സൈനിക ശേഷിയോ പ്രാപ്തിയോ അറേഞ്ച്മെന്റ്സോ നിലവിൽ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ പാകിസ്ഥാൻ കരുതിയത് ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ചൈനയും ഉൾപ്പെടെയുള്ള വിവിധ ലോകരാഷ്ട്രങ്ങൾ പിന്തുണയുമായി എത്തും. പാകിസ്ഥാന് ആയുധം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭ്യമാകും. കഴിഞ്ഞ കാലങ്ങളിലേതെന്ന പോലെ വലിയ പിന്തുണ പാകിസ്ഥാനും ഭാരതത്തിനും ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് രണ്ട് ഭാഗങ്ങളിലും നിൽക്കുന്ന, അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലും ലോകരാഷ്ട്രങ്ങൾ വിഭജിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. വലിയ സഹായം ലഭിക്കുമെന്ന ധാരണ പാകിസ്ഥാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് ചൈനയും തുർക്കിയും ഒഴികെയുള്ള ബാക്കി പരിപൂർണ രാജ്യങ്ങളുടെ, അമേരിക്ക ഉൾപ്പെടെ വമ്പൻ ലോകരാജ്യങ്ങളുടെയും ഇസ്രായേലിൻ്റെയും റഷ്യയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ബ്രിക്സ് കൂട്ടായ്മയുടെയും സാർക്കിൻ്റെയും
യുടെയും G20യുടെയും എല്ലാം പിന്തുണ നേടിയെടുക്കാൻ ഭാരതത്തിന് സാധിച്ചു. അത്തരത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ സൈനിക തലത്തിൽ പാകിസ്ഥാൻ വളരെ വീക്കാണ്. അത് അവർക്ക് വലിയ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധത്തിലേക്ക് കടക്കാതെയോ പാകിസ്ഥാനിലെ ജനങ്ങളെ നേരിട്ട് ആക്രമിക്കാനോ ഈ നിമിഷം വരെ ഭാരതം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചന. അത്തരത്തിൽ ഭാരതം മര്യാദയോടുകൂടി ഇപ്പോഴും മുൻപോട്ട് പോകുമ്പോഴാണ് മര്യാദഘട്ട പ്രവർത്തനത്തിലൂടെയും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യൻ അതിർത്തികളിൽ പ്രകോപനം സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏതായാലും ഇതിന് കനത്ത തിരിച്ചടി ഈ പകൽ സമയം തന്നെ ഭാരതം നൽകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. കാരണം അടിക്ക് തിരിച്ചടി ഉണ്ടാകും, അതിന് സമയമില്ല. അത് കൃത്യമായ അളവിൽ, അതാണ് പറഞ്ഞത്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആഡിക്വേറ്റ് ആയിട്ടും അടിക്ക് തിരിച്ചടി കൃത്യമായ അളവിൽ കൃത്യമായ ശക്തിയിൽ നൽകും എന്നാണ് ഇതുവരെ പ്രവൃത്തി കൊണ്ട് തീരുമാനിച്ച ഒരു കാര്യം ഓർക്കണം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രിക്കും ഉള്ള ഈ ത്രയം, ഈ നേതൃനിര ഇതുവരെ ആവശ്യമില്ലാത്ത ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല. അപലപിച്ചു. പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിരുന്നു, ബീഹാറിന്റെ മണ്ണിൽ നിന്ന് എവിടെ പോയി ഒളിച്ചാലും, ഭൂമിയുടെ ഏതറ്റത്ത് പോയി ഒളിച്ചാലും കൃത്യമായി കണ്ടെത്തി ചിന്തിക്കാനാവാത്ത തരത്തിലുള്ള തിരിച്ചടി നൽകുമെന്ന്. അത് നൽകിയ ശേഷം നെഞ്ചുപിരിച്ചുകൊണ്ടില്ല, കണ്ടോ എന്ന് പറഞ്ഞില്ല. ഒരു വാക്ക് പോലും പ്രകോപനപരമായി വീണില്ല. അതേസമയം ജിഷു നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായി ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രിയും വിദേശ മന്ത്രാലയവും നയതന്ത്രജ്ഞരും വളരെ തിരക്കിലായിരുന്നു. എന്തേ തിരിച്ചടിക്കാത്തതെന്ന് ധൃതി കൂട്ടി ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ഓരോ പ്രധാന രാഷ്ട്രവുമായും രാഷ്ട്രത്തലവന്മാരുമായും അതാത് രാഷ്ട്രങ്ങളിലെ വിദേശ മന്ത്രിമാരുമായും ചർച്ച നടത്തുകയായിരുന്നു. തെളിവ് സഹിതം ബോധ്യപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാം, ഈ തിരിച്ചടിയുടെ അടുത്ത ദിവസം നമ്മുടെ മുന്നിലെത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും 2 നാരീ ശക്തിയുടെ പ്രതിരൂപമായ 2 വനിതാ ഓഫീസർമാരും നമുക്ക് മുന്നിൽ കണക്ക് നിരത്തി. ഓരോ ക്യാമ്പിൻ്റെയും പേര്, അവിടെ നടന്നിരുന്ന ആക്ടിവിറ്റികൾ, അവിടെ ആരൊക്കെ ട്രെയിൻ ചെയ്തു, അജ്മൽ കസബും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും അടക്കമുള്ളവരെ അവിടെ ട്രെയിൻ ചെയ്തു എന്ന അടക്കമുള്ള തെളിവുകൾ നിരത്തിയപ്പോൾ ഭാരതം നയതന്ത്രപരമായി തയ്യാറെടുപ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെ നേതാക്കൾ ഒളിച്ചോടാനും പലായനം ചെയ്യാനും ബങ്കറിലൊളിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭാരതം നയതന്ത്ര തലത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പാകിസ്ഥാനെതിരായ ഭാരതത്തിന് അനുകൂലമായ ഒരു എൻവയൺമെൻറ്റ് ഒരുക്കുകയായിരുന്നു, സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മുഴുവൻ പാകിസ്ഥാൻ എന്താണ് ചെയ്യുന്നത്? ഇതൊരു റോഗ് സ്റ്റേറ്റ് ആണ്, ഇതൊരു തീവ്രവാദം കൾട്ടിവേറ്റ് ചെയ്യുന്ന രാഷ്ട്രമാണ്, തീവ്രവാദത്തിന് വളക്കൂറുണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രമാണ്, തീവ്രവാദത്തിന് വിളഭൂമിയാണെന്ന് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു തെളിവ് സഹിതം. അങ്ങനെ ലോകാഭിപ്രായത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ വിവിധ ലോക കൂട്ടായ്മകളിലെ ഭാരതത്തിൻ്റെ സാന്നിധ്യവും സ്വാധീനവും നാട് കറങ്ങി നടക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി എന്ന് ആദ്യ ടേമിൽ പരിഹസിച്ചവർക്കുള്ള മറുപടി കൂടിയാണിത്. അങ്ങനെ കറങ്ങി നടന്നുണ്ടാക്കിയെടുത്ത വ്യക്തിബന്ധം ഒരു ഭാഗത്തുണ്ട് പ്രമുഖ ലോക രാഷ്ട്ര തലവന്മാരുമായിട്ട്. അത് മുഴുവൻ ഉപയോഗപ്പെടുത്തി ഭാരതത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു, പാകിസ്ഥാന്റെ സ്ഥാനം കാണിച്ചു കൊടുത്തു. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഭാരതം കൃത്യമായ അളവിലുള്ള തിരിച്ചടി നൽകി. അതുകൊണ്ട് ജിഷ്ണു ചോദിച്ചതിന് മറുപടി യെസ്, ഇന്ന് പകൽ തന്നെ പ്രതീക്ഷിക്കാം. അത് കൃത്യമായ കാര്യം. അല്പസമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ രാജ്യരക്ഷാ മന്ത്രിയും വിദേശമന്ത്രിയും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി എന്തൊക്കെ അഭ്യാസമാണ് പാകിസ്ഥാൻ നടത്തിയതിനുള്ള ഔദ്യോഗികമായ വാർത്താ സമ്മേളനത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ജിഷ്ണു പ്രദീപ് പിള്ള തിരികെ എത്താം.